കഥ തിരിച്ചു കിട്ടാത്ത കടങ്ങൾ. രചന റസാഖ് വഴിയോരം. അവതരണം അബൂതമീൻ. ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അയാൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണെങ്കിലും മാസങ്ങളായി തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും. മുമ്പൊരിക്കൽ എന്റെ അടുത്ത് നിന്ന് കുറച്ച് രൂപ കടം മേടിച്ച് പോയതായിരുന്നു. പിന്നെ ഇന്നാണ് ഇവനെ നേരിൽ കാണുന്നത്. ഒരിക്കൽ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ കൊടുത്ത പണം തിരിച്ചു ചോദിക്കാനായി ഒന്ന് രണ്ട് തവണ ഞാൻ അവനെ വിളിച്ചതാണ്. പക്ഷെ അന്നൊന്നും അവൻ എന്റെ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല. ഇപ്പോഴിതാ വിനീതനായി വീണ്ടും അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇനിയും കടം ചോദിക്കാനായിരിക്കുമോ ഇവൻ വന്നിരിക്കുന്നത് എന്നൊരു സംശയം എന്റെ മനസ്സിലുയർന്നു. അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ള മറുപടിയൊക്കെ ഞാൻ മനസ്സിൽ കരുതി വയ്ക്കാൻ തുടങ്ങി. ഒരിക്കലൊരു അബദ്ധം പറ്റിയതാണ്, ഇനിയതുണ്ടാവരുതല്ലോ. ഏതായാലും മുഖത്ത് കൃത്രിമമായൊരു ചിരി വരുത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് പതിവില്ലാതെ? മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവൻ വരാന്തയിൽ കയറിയിരുന്നു. പിന്നെ എന്റെയും വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ അവൻ വളരെ താല്പര്യത്തോടെ ചോദിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും കടം ചോദിക്കാൻ തന്നെയാണ് ഇവന്റെ വരവെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അവൻ പല കാര്യങ്ങളെക്കുറിച്ചും ഇതിനിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിലും എന്നെ തേടി വന്നതിന്റെ ഉദ്ദേശം മാത്രം അവൻ അപ്പോഴും പറഞ്ഞില്ല. അവസാനം പോകാനൊരുങ്ങുമ്പോൾ അവൻ പേസ് തുറന്ന് അതിൽ ഭംഗിയായി മടക്കി വെച്ചിരുന്ന ഏതാനും 500 രൂപയുടെ നോട്ടുകൾ എടുത്ത് എന്റെ പോക്കറ്റിലിട്ട് തന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്നും കടം വാങ്ങിയതാണ്. മടക്കി തരാൻ കുറെ വൈകിയെന്നറിയാം. ഓരോരോ പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോയി, ക്ഷമിക്കണം. ഒന്നും പറയാനാവാതെ ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നു. സുഹൃത്തിനെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയതിൽ എനിക്ക് വല്ലാത്തൊരു ജാള്യത തോന്നി. ഞാൻ പറഞ്ഞു, ഓ, വൈകിയതൊന്നും പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ നീ കടം വാങ്ങിയപ്പോഴേ ഞാൻ കാര്യം തന്നെ ഞാനിപ്പോഴാണ് ഓർക്കുന്നത്. സാധാരണ പഴയ കടങ്ങളൊന്നും കുറെ കഴിയുമ്പോൾ ആരും തിരിച്ചു കൊടുക്കാറില്ല, പലരും മടക്കി ചോദിക്കാറുമില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് നീ അത് മറക്കാതെ മടക്കി തന്നല്ലോ, ரொம்ப താങ്ക്സ്. ചിരിയിൽ പൊതിഞ്ഞ എന്റെ താങ്ക്സ് കേട്ടപ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. പിന്നെ മുഖത്തൊരു ഭാവവ്യത്യാസം വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, 1 രൂപ പോലും കടം മേടിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ വല്ലവരോടും വാങ്ങുകയല്ലാതെ വേറെ വഴിയുണ്ടാവില്ല. ശമ്പളക്കാരനാണെങ്കിലും കിട്ടുന്നതൊന്നും മതിയാക്കാത്ത കാലമാണല്ലോ. മക്കളുടെ പഠനം, ചികിത്സ, വീട്ടുചെലവുകൾ തുടങ്ങിയ അത്യാവശ്യങ്ങൾ കഴിഞ്ഞു പോകണ്ടേ. അതിന് കടം വാങ്ങുകയല്ലാതെ വേറെന്ത് വഴി? അപ്പോഴൊക്കെ സഹായിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് സമയത്തിന് തിരിച്ചു തരാതെ ബുദ്ധിമുട്ടിക്കുന്നത് വലിയ നന്ദികേടാണെന്നറിയാം. നിവർത്തികേട് കൊണ്ടാണെന്ന് കരുതിയാൽ മതി. അല്പം അനുകമ്പയോടെ അവനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിന്നെപ്പോലെ കുറച്ചാളുകളെങ്കിലും ഉണ്ടല്ലോ, സന്തോഷം. കടം വാങ്ങിപ്പോകുന്ന അധിക പേരും സമയത്തിന് ഇത് തിരിച്ചു കൊടുക്കാത്ത അനുഭവങ്ങളാണ് പലരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം കയ്യിൽ വെറുതെ കിടക്കുന്ന പണമുണ്ടെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് കടം കൊടുക്കാൻ പലരും മടിക്കുന്നത്. വളരെ വിനീതരായി കടം വാങ്ങിപ്പോകുന്ന പലരും സമയത്തിന് തിരിച്ചു കൊടുക്കാറില്ലെന്ന് മാത്രമല്ല, പിന്നെ അത് തിരിച്ചു കിട്ടണമെങ്കിൽ കൊടുത്തവൻ വാങ്ങിയവന് പിന്നാലെ ദിവസങ്ങളോളം യാചിച്ചു നടക്കണം. കടം കൊടുത്തതിന്റെ പേരിൽ അടുത്ത ബന്ധങ്ങൾ വരെ മുറിഞ്ഞു പോയത് എനിക്കറിയാം. വെറുതെ എന്തിനതിനൊക്കെ പിടിവരുത്തണമെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ. ഇതിനിടയിൽ കുടുങ്ങിപ്പോകുന്നത് നിന്നെ പോലുള്ള ശുദ്ധന്മാരാണെന്ന് മാത്രം. ശരിയാണ്, സുഹൃത്ത് പറഞ്ഞു. പരസ്പരം വിശ്വാസം വലിയൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും തകർന്നു പോയാൽ പിന്നെ അത് നേരെയാക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, സഹായിക്കാൻ സന്മനസ്സുള്ളത് കൊണ്ടാണ് പലരും കടം കൊടുക്കാൻ തയ്യാറാവുന്നത്. പരസ്പര വിശ്വാസമുള്ളത് കൊണ്ടാണ് കടം ചോദിക്കുന്ന പലർക്കും ഒരു രേഖയുമില്ലാതെ ചോദിക്കുന്ന പണം അപ്പോൾ തന്നെ എടുത്തു കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള നല്ല മനുഷ്യരോട് പോലും വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണ് ഇക്കാലത്തിൽ അധികവും ഉള്ളത്. ചിരിച്ചും കൊണ്ട് പറ്റിക്കുന്നവരുള്ള ലോകമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. സുഹൃത്ത് ശരിയാവുന്ന അർത്ഥത്തിൽ തലയാട്ടി. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ ഏതെങ്കിലും ഒരു ബാങ്കിലൊന്ന് ചെന്ന് നോക്കിയാൽ അറിയാം കുറച്ച് പണം കിട്ടണമെങ്കിൽ എത്ര പ്രയാസമുണ്ടെന്ന്. അതിനായി എത്ര പ്രാവശ്യം അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങണമെന്നും എത്ര ഡോക്യുമെന്റുകൾ കാണിച്ചു കൊടുക്കണമെന്നും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം പണം കൊടുത്ത് സഹായിക്കാൻ തയ്യാറുള്ള നല്ലവരായ ആളുകളെ കഴിവുണ്ടായിട്ടും പിന്നീട് അത് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കുന്ന ക്രൂരതയല്ലേ അത്. ഇതുപോലെ വിശ്വാസവഞ്ചന കാണിച്ചു മാറി നടന്ന് ഒരുത്തിന് അവൻ ചതിച്ചു നേടിയതിനേക്കാൾ വലിയ തുക ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളുടെ അവന് നഷ്ടപ്പെട്ടു പോയത് എനിക്കറിയാം. അപ്പോഴാണ് അവന് തെറ്റ് മനസ്സിലായത്. ഞാൻ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് സുഹൃത്ത് പറഞ്ഞു, ശരിയാണ്, അന്യായമായി മറ്റൊരാളുടെ പണം സ്വന്തമാക്കിയാലും സ്വന്തമാക്കിയത് ഉപകരിക്കില്ലെന്ന് പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. അന്യന്റെ മുതൽ അവിഹിതമായി നമ്മുടെ മക്കളുടെ ആഹാരത്തിൽ രക്തത്തിലോ കലർന്നു പോയാൽ അത് മതിയാവും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിറം കെട്ടുപോകാൻ. തെറ്റും ശരിയും നോക്കാതെ എത്ര സമ്പാദിച്ചിട്ടെന്താ, അതൊക്കെ നഷ്ടപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്. നമുക്ക് ചുറ്റും ഒരു അപകടം മതിയല്ലോ, അല്ലെങ്കിൽ ഒരു രോഗം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പിലോ കേസിലോ ചെന്ന് പെട്ടാലും മതിയല്ലോ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകാൻ. അവിഹിതമായി സമ്പാദിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് പിടിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്നും ഇത്തരം പല ആപത്തുകളും നീങ്ങിപ്പോകുന്നത് പല സന്ദർഭങ്ങളുടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ തെറ്റും ശരിയും നോക്കാതെ പലരും വാരിക്കൂട്ടുന്നത്. സുഹൃത്ത് പറഞ്ഞു, ഇത്തിരി കുറഞ്ഞാലും സ്വന്തമായുള്ളത് കൊണ്ട് ജീവിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം.
എന്നാലും ചിലപ്പോൾ ചിലരുടെ സഹായങ്ങളില്ലാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ സഹായിക്കുന്നവരോട് ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കാറില്ല. വല്ലവരോടും കടം ചോദിക്കേണ്ടി വന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാനത് വാങ്ങാറ്. അതുകൊണ്ടായിരിക്കണം അല്പം വൈകിയാലും എനിക്കത് മടക്കി കൊടുക്കാൻ കഴിയാറുണ്ട്. ഇതിനിടയിൽ ഭാര്യ ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. ഒരുമിച്ചിരുന്ന് ഞങ്ങളത് കഴിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, തമ്മിൽ കുറെ നേരം സംസാരിച്ചിരുന്ന് നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മുഖത്തൊരു സന്തോഷം തെളിയിച്ചുകൊണ്ട് സുഹൃത്ത് പറഞ്ഞു, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മക്കളൊക്കെ ജോലിയിലാകുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകണം. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ദൈവം സഹായിച്ചിട്ട് എനിക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല കേട്ടോ. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പ്രതീക്ഷയും സംതൃപ്തിയും നിറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെയും കുറച്ചു സമയം കൂടി ഞങ്ങൾ സംസാരിച്ചിരുന്ന ശേഷം അവൻ പോകാനൊരുങ്ങി. അപ്പോൾ നേരത്തെ അവൻ അവന്റെ പോക്കറ്റിലിട്ട് തന്നിരുന്ന ആ പണമെടുത്ത് ഞാൻ അവന്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, ഇത് കടമായി കരുതുകയും വേണ്ട. അത് പറയുമ്പോൾ അവൻ ആശ്ചര്യത്തോടെ എന്നെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു നനവ് പടരുന്നത് ഞാൻ കണ്ടു. പിന്നെ അവൻ പതുക്കെ തിരിച്ചു നടക്കുന്നത് നോക്കി ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലെവിടെയോ അവന്റെ വാക്കുകൾ പതിയെ പ്രതിധ്വനിക്കുന്നത് ഞാൻ അറിഞ്ഞു. നമ്മുടെയോ മക്കളുടെയോ ആഹാരത്തിലോ രക്തത്തിലോ അവിഹിതമായതെന്തെങ്കിലും അകപ്പെട്ടു പോയാൽ അത് മതിയാകും ജീവിതത്തിന് നിറം കെട്ടുപോകാൻ. അവൻ കണ്ണിൽ നിന്നും മറഞ്ഞു പോയിട്ടും ആ വാക്കുകൾ എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയില്ല. ഏറെ നേരം അങ്ങനെ നിന്ന ശേഷം ഞാൻ അകത്തേക്ക് കയറി പോകുമ്പോൾ മനസ്സ് സ്വയം ചോദിച്ചു, ദൈവമേ, അനർഹമായ വല്ലതും അറിയാം